മീറ്റിംഗ് ഉണ്ട്. PTA മീറ്റിംഗ് നാളെ. വരുന്നേന്നാ വരൂലേ? നീ അച്ഛന്റെ അടുത്ത് പറയും. ഇല്ല, അച്ഛൻ വന്നാ ശരിയാവില്ല. അമ്മ വന്നാ മതി. എന്താ നീ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചാ അവിടെ? ഇല്ലില്ല, അമ്മ വന്നാ മതി. അതാ അമ്മ വന്നാ മതി. അമ്മ വന്നാ മതി. ഇവിടെ വരാം. കഴിഞ്ഞില്ലേ? അല്ല, ഇത് തോടാണോ പൊയ്യാണോ കൊളാണോ? നിങ്ങൾ ഇതേപോലെ ഞാൻ എങ്ങനെയാന്ന് പറയാൻ പറ്റില്ലല്ലേ. എന്ത് ചെയ്തോ ഉണ്ണി നിന്നെ അവിടെ നിക്ക്. എങ്ങനെ അങ്ങോട്ട് വരല്? വരണ്ട, അവിടെ നിന്നോ, ഞാൻ വരാം. ചെരുപ്പും കേറണെങ്കിലോ. ഇതെന്താ? അതെന്താണ്? വീടിന്റെ മുമ്പിൽ പോയ കൊട തോട ചാല എന്ത് ചെയ്യാനാ? മഴ പെയ്താ അതല്ലേ. എന്നും പറഞ്ഞു കാര്യമില്ല. അതെ, ഞാൻ നോക്കിയിരിക്കായിരുന്നു. എന്തെന്ന് ഞാൻ വീഴുന്നതാ? അതല്ല, ഇവിടുത്തെ ഫാൻ കറങ്ങണില്ല. അരിതില്ല നന്നാക്കാലോ. ആദ്യം ഇങ്ങനെ ശബ്ദം എന്താണ് ഫാന്റെ കാര്യം? ഫാന്റെ ഞാൻ പറയാലോ. എന്താണ് ഫാനേ ഫാൻ കറങ്ങാത്തല്ലേ? ഇന്നല്ലൊരു പോള കണ്ണടച്ചിട്ടില്ല, ഫാൻ കറങ്ങണില്ല. ശീതേട്ടൻ ഉറങ്ങിയിട്ടില്ല, ഫാനും കറങ്ങുന്നില്ല. ഒരൊറ്റപ്പെട്ട സംഭവമാണല്ലോ അത്. എന്താ കൂടോത്രം ചെയ്തു ആരെങ്കിലും? എന്ത് കൂടോത്രം? അല്ല, രണ്ടും കൂടോത്രല്ല, ഫാൻ കംപ്ലൈന്റ് ആയിട്ടേ അത് കറങ്ങണില്ല. അപ്പൊ അതൊന്ന് ശരിയാക്കി എടുക്കണത്. വീട്ടില് പിട്ടാന്ന് പലകാരം രാവിലെ പിട്ട് അപ്പൊ അതിന് പഴമണിക്കണം. പിട്ടും പഴയും കുഴച്ചിട്ട് തിന്നല് ഭയങ്കര രസമല്ലേ. അപ്പൊ ഞാൻ അത് കഴിച്ചിട്ട് 1 മണിക്കൂറുണ്ട് 2 ദിവസം കക്കൂസിൽ പോയിട്ട് ഒരു മണിക്കൂർ പറ്റില്ല. 1 മണിക്കൂർ കഴിഞ്ഞ് എനിക്കൊന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. 1 മണിക്കൂർ പിന്നെ ആ അടുക്കളയിലെ പ്ലഗില് ചെയ്യുമ്പോ ഒന്നും ചെയ്യാൻ അവിടെ നിൽക്കണ്ടല്ലോ. അത് നീ പറഞ്ഞാൽ ശരിയാവില്ല. നീ പറഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് നീ പറയണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞോളാം. അല്ല, അതെന്താന്ന് ശീതളേട്ടൻ അറിയാമോ? അടുക്കളയിലേ ആ സ്വിച്ച് ബോർഡ് ഉണ്ടല്ലോ. അതല്ല ഇപ്പം പറഞ്ഞു. അല്ല, അവളെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. അവള് പറഞ്ഞ എന്താ പ്ലഗ് എന്നല്ലേ പറഞ്ഞ്? പ്ലഗ് എന്നല്ലേ പറഞ്ഞ. അപ്പൊ നീ എന്താ പ്ലഗ് കംപ്ലൈന്റ് ആയെന്ന് വിചാരിച്ചിട്ട് ഉടനെ പോയിട്ട് പ്ലഗ് മേടിച്ചോണ്ടിരും. അതല്ല, ആ സ്വിച്ച് ബോർഡ് ആദ്യം പരിശോധിക്കണം. അതില് പ്ലഗിനാണോ കംപ്ലൈന്റ്, സ്വിച്ചിനാണോ കംപ്ലൈന്റ് നോക്കണ്ടേ? ഇതുകൊണ്ടാണ് ഇവര് പറഞ്ഞാൽ ശരിയാവില്ല, ഞാൻ പറഞ്ഞാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞത്. ഞാൻ ചായലും കുടിച്ച് 1 മണിക്കൂർ ഞാൻ വരാലോ. 1 മണിക്കൂർ കഴിഞ്ഞ് എനിക്ക് പുറത്തേക്ക് പോകണുണ്ണി. അതല്ലേ ഈ പറയണത്. ഞാൻ നിങ്ങൾ പുറത്തേക്ക് പോയിക്കോറോ, മണ്ട് വെച്ചിട്ടുണ്ടല്ലോ. നീ ഉണ്ടായിട്ട് എന്താ കാര്യം? നീ പറഞ്ഞാ മനസ്സിലാവണ്ടേ അവർക്ക്? അത് അവര് പറഞ്ഞാ ശരിയാവില്ല. ഞാൻ പറഞ്ഞു തന്നാലേ അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഉള്ളപ്പോ വരാൻ പറയണത്. ഉച്ചക്കക്ഷനൊക്കെ പറ്റൂല, വേറെ വർക്ക് ഉണ്ട്, അതാണ്. എന്തെന്നാ നാളെയോ? നാളാ ഇതിപ്പോ ഇന്ന് തന്നെ ശരിയാക്കണ്ടേ? ഫാൻ ഇന്ന് ശരിയാക്കണ്ടേ? ഇപ്പൊ ഞാൻ എന്താക്കണ്ട പറ. അല്ല, നീ നാളെ വന്നോ. നാളെ പറ്റുള്ളൂ. നാളെ വരാം. ഓ, ഈ 1 മണിക്കൂറിന്റെ ഉള്ളിൽ പറ്റില്ലല്ലോ. ഇല്ല, പറ്റില്ല. എന്നാ പിന്നെ നാളെ വന്നാൽ മതി. ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഉണ്ടാവില്ല. അതാ, ഞാൻ ഇല്ലാണ്ട് ശരിയാവില്ല. അവിടെ ഇങ്ങോട്ട് വെളിച്ചം വരുത്തിയിട്ട് എന്തെന്നാ. നാളെ വന്നോണ്ടേ കേട്ടോ. ഇതെന്തിനാ നിനക്ക്? ഇതില്ലാണ്ട് പോവാൻ പറ്റുമോ? കുളമല്ലേ. ഒന്നാമത്തെ നീ എന്നെ വിളിക്കണ്ടേ? നീ പറഞ്ഞു കൊടുത്ത അങ്ങനെ ശരിയാവുന്നത്? അല്ല, ഇത് വഴി കൂടി പോണ കണ്ടപ്പോ കണ്ടപ്പോ നോക്കി ഇരിക്കായിരുന്നു. ഫാൻ നന്നാക്കണ്ടേ? ഫാനൊക്കെ നന്നാക്കാം, വിടുവാ. ഒന്നാമത്തെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞാലേ ശരിയാവുള്ളൂ എന്നുള്ള ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമില്ലാത്ത പറഞ്ഞിട്ട് നാളെ ഇപ്പൊ അയാള് വരികയാണെങ്കിൽ ഞാനുണ്ടാവില്ല. ഇവന്റെ PTA മീറ്റിംഗ് ആണ് നാളെ. ഞാൻ പോണം. PTA മീറ്റിംഗോ? ഇവന് PTA മീറ്റിംഗ് ഉണ്ട്. PTA മീറ്റിംഗ് എത്ര മണിക്ക്? 10:30. ഒരു കഷ്ടം നോക്കിയപ്പോ PTA മീറ്റിംഗ് 10:30. PTA മീറ്റിംഗ് ആണെങ്കി ഇപ്പോ നാളെ പാർട്ടിയുടെ താലൂക്ക് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടല്ലോ. അമ്മ വന്നോളൂ, അച്ഛൻ തിരക്കുള്ളതല്ല. അല്ല, അത് അമ്മ വന്നാൽ ശരിയാവില്ല. അത് ഞാൻ തന്നെ പോണ്ട കാര്യമാണ്. ഞാൻ തന്നെ വരണത് നാളെപ്പോ. ഇത് എത്ര മണിക്കടാ? 10:30. 10:30 അച്ഛന് പറയാനുള്ള അമ്മേനോട് പറഞ്ഞാ മതി. അമ്മ വന്ന് പറഞ്ഞോളൂ. അത് വന്ന് പറയണത് ശരിയാവില്ലടാ. അതല്ലേ, അതാ പറഞ്ഞാൽ മനസ്സിലാവില്ല നിനക്കത്. ആ പറയണേൽ എന്തെങ്കിലും വീഴ്ച വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാവും. അത് വേണ്ട. ഞാൻ തന്നെ അത് പറഞ്ഞാൽ അത് ശരിയാവുള്ളൂ. ഞാൻ ഡീൽ ചെയ്യുന്ന ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ആ സത്യനൊന്ന് വിളിക്കട്ടെ. ഇത് 10:30 അല്ലേ? അല്ല, മീറ്റിംഗ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പോയിക്കോളാം. വേണ്ടെന്നല്ലേ പറഞ്ഞത്? പോയിക്കോളാന്ന് പറഞ്ഞ നീ പറഞ്ഞ അവിടെ പോയി കണ്ടൊക്കെ പറഞ്ഞത് പിന്നെ കുട്ടിയുടെ ഭാവിയുടെ കാര്യമാണത്.
PTA മീറ്റിംഗ് അല്ലാണ്ട് കളിക്കണ കളിയല്ല. ഞാൻ ഒന്ന് വിളിക്കട്ടെ, വിളിച്ചോട്ടെ. സത്യ. ശരിട്ടാ. അതെ, നമ്മുടെ മീറ്റിംഗേ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ആക്കിയാലോ? അയ്യോ, അതിന് മീറ്റിംഗ് മാറ്റുന്നു. അല്ല, എനിക്ക് ഇവിടെ രാവിലെ കുട്ടിയുടെ സ്കൂളില് PTA മീറ്റിംഗ് ഉണ്ട്. അപ്പൊ അതൊന്ന് അറ്റൻഡ് ചെയ്യണം. അല്ല, നമ്മളിപ്പോ ഒരു 10 പേരാകുമ്പോ കോറാവുമല്ലോ. നിങ്ങൾ 10 പേരുണ്ട്, കോറുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അത് തീരുമാനിക്കണ്ടേ, കാര്യങ്ങൾ തീരുമാനിക്കണ്ടേ? അത് ഞാൻ ഇല്ലാണ്ട് ശരിയാവില്ല, അതാണ്. അല്ല, ഏതായാലും ഇപ്പൊ നമ്മളെ പാർട്ടിയുടെ താലൂക്ക് ആസ്ഥാനത്ത് നമ്മളിപ്പോ ബിൽഡിങ്ങിന്റെ കാര്യം സംസാരിക്കലാണല്ലോ ഇപ്പൊ മെയിൻ അജണ്ട. അപ്പോ ഞങ്ങള് തുടങ്ങി വെക്കാം, ശീതളേട്ടൻ പിന്നെ ജോയിൻ ചെയ്താൽ മതിയല്ലോ. കാര്യങ്ങളൊക്കെ അതൊക്കെ തന്നെയാണ്. നിങ്ങൾ തുടങ്ങി എന്തെങ്കിലും വിടുവായത്തരം പറഞ്ഞാൽ ഇനി എന്തെങ്കിലും തെറ്റുപറ്റി, പിന്നെ അത് അജണ്ട ആയിട്ട് വന്ന്, പിന്നെ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ പിന്നെ വീണ്ടും തന്നെ ചെയ്യാൻ നിൽക്കണ്ടേ? അത് ഞാൻ ഇല്ലാണ്ട് ശരിയാവില്ല, ഞാൻ തന്നെ വന്നാലേ നടക്കുള്ളൂ. അത് ഉച്ചയ്ക്ക് ശേഷം ആക്കുകയാണ് അതിന്റെ ഉചിതമായിട്ടുള്ള തീരുമാനം. അപ്പൊ ഇനിയിപ്പോ ഈ ആളുകളൊക്കെ വിളിച്ചറിയിക്കണ്ടേ? നിസാര 9 പേര് പങ്കെടുക്കുന്ന ഒരു മീറ്റിങ്ങിന്റെ കാര്യമാണ് ഇപ്പൊ നിങ്ങൾ ഈ പറയണത്, വിളിച്ചറിയിക്കണ്ടേന്ന്. അപ്പൊ അതുപോലും ബുദ്ധിമുട്ട് തോന്നുന്ന ആൾക്കാരാ നിങ്ങള്. അപ്പൊ ഞാൻ ചെയ്യണ കാര്യങ്ങൾ എന്തൊക്കെയാവും ആലോചിച്ച് നോക്കിയേ. അത് വേണ്ട കേട്ടോ. ഈ 9 പേരെ ഒന്ന് അറിയിക്കുക, സത്യനെ അറിയിക്കാത്. ഞാൻ എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ ആ ഗ്രൂപ്പില് മെസ്സേജ് ഇട്ടേക്കാം. അത് വാട്സപ്പ് ഗ്രൂപ്പ് ഒന്നും വേണ്ട. വാട്സപ്പ് ഗ്രൂപ്പിലിട്ടത് ആരും നോക്കിയില്ലെങ്കിലോ? അറിഞ്ഞില്ല, ഞങ്ങൾ വന്നില്ല എന്ന് പറയില്ലേ? ഇതന്നെ ഈ പറയണതേ, നിങ്ങളുടെ തീരുമാനങ്ങൾ മൊത്തം അങ്ങനെ ആയിരിക്കും. അത് വേണ്ട, എല്ലാവരും വിളിച്ചറിയിക്കും. ഈ 9 പേരും കാര്യം വിളിച്ചറിയിക്കും. ആയിക്കോട്ടെ, അപ്പൊ ഞാൻ എല്ലാരും വിളിക്കാം. അങ്ങനെ മതി കേട്ടോ. ശരി. അപ്പൊ അത് പറഞ്ഞ് ശരിയാക്കിണ്ട്. ഈ PTA മീറ്റിങ്ങിനും ഞാൻ പോയില്ലെങ്കിൽ ശരിയാവില്ല, ഈ മീറ്റിങ്ങിനും ഞാൻ ഇല്ലെങ്കിൽ ശരിയാവില്ല. ശീലട്ടാ. അതെ, താൻ വിളിച്ച് പറയണ്ട. ഈ 9 പേരോട് ഞാൻ പറഞ്ഞോളാം കേട്ടോ. താൻ പറഞ്ഞാൽ ശരിയാവില്ല. അതാ. അല്ല, ഞാൻ വിളിച്ചോളാം. അല്ല, വേണ്ട, കുഴപ്പമില്ല. എനിക്കൊരു സമാധാനം കിട്ടില്ല. അതാ. എന്നാ പിന്നെ ശീതളേട്ടൻ വിളിച്ചോ, നല്ലത്. അത് ഞാൻ പറഞ്ഞോളാം കേട്ടോ. ഞാൻ പറഞ്ഞാലും ശരിയാവുള്ളൂ. അതാ. അപ്പൊ ആ കാര്യം റെഡി ഇല്ലേ? തിരയില്ല ദുഃഖം കൊണ്ട് വഴികളിൽ പല നാളെ പലവിധ മടവുകൾ പയറ്റിയലഞ്ഞൊരു ഞാനേ രതീഷേ, ഞാൻ ഇപ്പൊ മീറ്റിംഗ് മാറ്റിയ വിവരം നിന്നോട് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല, ശീതളേട്ടൻ വിളിക്കും, അപ്പോഴേ നീ ആദ്യമായിട്ട് കേൾക്കണുള്ളൂ കേട്ടാ. ശരി, ഓക്കെ. അത് പോട്ടെ, ആര് പറഞ്ഞാലും കേൾക്കില്ല. നീ ഇനി അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട. പിന്നെ നമുക്ക് രണ്ടര കൂടി ഒരു കാര്യം ചെയ്യാം. അമ്മ പറയണ കേക്ക്. അമ്മ ആ വിറകൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിട്ട് നമ്മൾ രണ്ടുപേരും കൂടി ഒരു ടർപ്പായി ഇങ്ങനെ കെട്ടിയില്ലേ? ആ ടർപ്പായില് ഒരു ലീക്കുണ്ട്. അപ്പൊ അമ്മ അത് പിടിച്ചു തരാം. മോനിങ്ങനെ അതൊന്നും അടയ്ക്കോ? അല്ലെങ്കിൽ വലിയ മഴ പെയ്യുമ്പോ ഇങ്ങനെ ഇറ്റിറ്റിറ്റി. എവിടെ ലീക്ക്? ലീക്ക് എവിടെയാണ്? ആ വിറക് വെച്ച ടർപ്പായല് ലീക്ക് ഉണ്ട്. അത് നിങ്ങൾ രണ്ടാളും കൂടി പോയി ശരിയാക്കുക. അല്ല, ലീക്ക് ഇങ്ങനെ അടയ്ക്കാം. ഞാൻ പിടിച്ചു കൊടുത്തിട്ട് ഇവൻ അതേ, അത് കെട്ടിയതാരാ? അത് കെട്ടുമ്പോ ഞാൻ പറഞ്ഞോ? അപ്പൊ അത് നിങ്ങൾ അങ്ങോട്ട് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാ മിണ്ടാണ്ടിരുന്നു. ഈ ചെയ്യുമ്പോ ഓരോ കാര്യങ്ങൾ ചെയ്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായോ? അത് ഞാനാ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായോ? ഇപ്പൊ ലീക്ക് തുടങ്ങിയോ? അത് കീറിപ്പോയത്. അതന്നെ. അപ്പൊ ഇനി അത് എന്നോട് പറയാതെ രണ്ടുപേരും കൂടിയിട്ട് ആസൂത്രണം ചെയ്യാ ആ ലീക്ക് തീർക്കാൻ. അടുത്ത പണി. എന്നിട്ട് അത് വീണ്ടും പൊട്ടി വീഴും. എന്നിട്ട് ആ വിറകൊക്കെ നനയും. എന്നിട്ട് അത് ഉണക്കാൻ വേണ്ടി ഞാൻ വേറെ നടക്കണം. ഇതാ പറയണത്, ചെയ്താൽ ശരിയാവില്ല, ഞാൻ ചെയ്താലേ അത് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞതിന്റെ കാര്യം മനസ്സിലാണ്ടോ? അത് ഞാൻ കെട്ടിക്കോളാം കേട്ടോ. അത് ഞാൻ ശരിയാക്കിക്കോളാം. എന്നാ പിന്നെ നമുക്ക് പോയിട്ട് ഹോംവർക്ക് ചെയ്യാം. അതാവുമ്പോ നീ തന്നെയാണല്ലോ ചെയ്യണ്ടേ.
എന്റെ മന്മത എന്തെന്ന് നീ കാണിക്കണത്? അതൊക്കെ നിറയെ പൊടിയാണ്. അതുകൊണ്ട് ഇതിവിടെ കിടക്കട്ടെ. കഴിഞ്ഞ പാർട്ടി പരിപാടി കഴിഞ്ഞിട്ട് ഇത് ഇവിടെ കൊണ്ടിട്ടാണ്. ഇത് ഇതിനകത്താക്കി വെക്കാൻ ഇത്ര ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ഒരൊറ്റയാണ് അനങ്ങിയിട്ടില്ല. എല്ലാവരും തിന്നാനും കുടിക്കാനും മാത്രം കൊള്ളാം. ശീതലേട്ടൻ വന്ന വെറുതെ ബഹളുണ്ടാക്കും. അയാൾക്ക് അതൊന്നും ഇഷ്ടാവൂല. അയാൾ എന്താ വിചാരിക്കണ ജോബ് പോലെ ചെയ്തോട്ടെ. അത് അതേപോലെ തന്നെ എടുത്തിട്ടോ, അതാ നല്ലത്. എല്ലാം ശീതളം ചെയ്യട്ടെ. അവിടെ കിടന്നോട്ട്. ബാക്കിയുള്ളവരാരും ഒന്നും ചെയ്യണ്ട. ഒരു ബക്കറ്റ് വരുവനോ അയാൾ ഇറങ്ങും ബക്കറ്റുമായിട്ട്. ഒരു മുദ്രാവാക്യം വിളിക്കാൻ വന്നാൽ അയാൾ ആദ്യം വിളിക്കും. ബാക്കിയുള്ളവർ ഒന്നും ചെയ്യണ്ടല്ലോ. നമ്മളൊക്കെ വെറുതെ അനങ്ങാപ്പാറ. അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ. പിന്നെന്താ? ഇപ്പൊ കഴിഞ്ഞ തവണ കാന വൃത്തിയാക്കാൻ വേണ്ടി പറഞ്ഞിട്ട് എത്ര ആള് വന്നു? നീ എന്താ പറഞ്ഞത്? നിന്റെ മുട്ടുകാൽ വേദനയാണ്, പിന്നെ എന്താണ് തണ്ടലിന് വേദനയാണ് അല്ലേ? അത് മുഴുവൻ ചെയ്ത അങ്ങേരല്ലേ? ഇതിപ്പോ നേരെ എത്രയായി? മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അയാളൊന്ന് വിളിക്കും. രാവിലെ പറഞ്ഞ മീറ്റിംഗ് അത് ഉച്ചയ്ക്കാക്കി. എന്നാൽ ഉച്ചയ്ക്ക് സമയത്ത് വരുമോ? അതുമില്ല. ബാക്കിയുള്ളവന് വേറെ പണിയൊന്നുമില്ലല്ലോ. ഞാനിന്ന് അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നതാണ്. അത് മാറ്റി വെച്ചേക്ക്. ഹലോ, ആ പറഞ്ഞോ. ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പൊ കുറച്ചാൾ വന്നിട്ടുണ്ട്. വന്നോണ്ടിരിക്കണോ? അതോ ഞങ്ങൾ തുടങ്ങിയാലോ? അല്ല, വേണ്ട വേണ്ട വേണ്ട, ഞാൻ വന്നിട്ട് തുടങ്ങിയാൽ മതി. അല്ലെങ്കിൽ ശരിയാവില്ല. അതെ, ഞാൻ വന്നാലും ശരിയാവുള്ളൂ. ഞാൻ വന്നിട്ട് തുടങ്ങാം കേട്ടോ. എന്നാ ശരി. ആ ശരി ശരി, ഓക്കെ. എന്താ തുടങ്ങാൻ പറഞ്ഞോ? വന്നിട്ട് തുടങ്ങാന്ന്. പോരും. എന്തൊരു കഷ്ടമാണ് ഇത്. വന്നോട്ടെ എന്റെ മന്മ, എന്നിട്ട് മതി. ഇന്ന് ഞാൻ രണ്ടിലൊന്ന് ചോദിക്കും. ഇങ്ങനെയുള്ള പരിപാടികൾ പറ്റില്ല. അല്ലല്ലല്ല, അത് ചെയ്യാൻ ശരിയാ. അല്ല, വേറൊന്നുകൊണ്ടല്ല പറഞ്ഞ, ചെയ്ത ശരിയാവില്ല. അതാ ഞാൻ ഈ പറയണത്. അല്ല, ഞാൻ വരട്ടെ. എണീറ്റോ? നന്നായിട്ടുണ്ട്. എനിക്കാണ് അസലായിട്ടുണ്ട്. കാലിന്റെ ഒക്കെ മുട്ടുപോയോ? ഒന്നാമത് വന്നു കഴിഞ്ഞാൽ കിടന്നുറങ്ങി കഴിച്ച് പിന്നെ എന്താ ചെയ്യാ? അല്ല സത്യ നോക്കാം. എണീറ്റോ? അല്ലപ്പോ നമ്മളെല്ലാം ഇത്ര പേരോ? ഇത്ര പേരുള്ളൂ. പരിപാടി അത്. ഞാൻ വിളിക്കാം. അല്ല, നമ്മള് രാവിലെ മീറ്റിംഗ് വെച്ചല്ലേ, ഉച്ചയ്ക്ക് ശേഷം വേറെ പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ അതിന് പോയി. തുടങ്ങാന്നാ? എന്താ പത്ര വൈകി? ഞാൻ ആ സ്കൂളിൽ പോയിട്ടേ ഒന്നും പറയണ്ട. സ്കൂളിലെ കാര്യങ്ങള്. അല്ല, അത് ശീതളേട്ടൻ വൈഫിനെ മീറ്റിങ്ങിന് വിട്ടാൽ മതിയായിരുന്നു. നമ്മുടെ മതിയായിരുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ സംഗതി പറയുമ്പോ നമുക്ക് എല്ലാ കാര്യവും എളുപ്പമായിട്ട് തോന്നും. ആ മീറ്റിങ്ങിന് പോയെടുത്ത് എന്റെ മന്മത കേൾക്കണം. ഒരു കാര്യം വാ തുറന്ന് സംസാരിക്കാൻ ഒരാളില്ല. ഇപ്പൊ ഞാൻ ഭാര്യനെ വിട്ടെന്ന് വിചാരിക്ക, മണ്ടുനെ വിട്ടെന്ന് വിചാരിക്ക, അവളെന്തെങ്കിലും പറയോ? അവിടെ പൈപ്പ് പൊട്ടി കിടക്കുക, 3 ഡെസ്കിന്റെ കാലൊടിഞ്ഞ് കിടക്കുക, ഓട് പൊട്ടിയിട്ട് അത് ഇതുവരെ 3 പ്രാവശ്യമായി ആ കാര്യം പറഞ്ഞാൽ ഇതുവരെ നീക്കിയിട്ടില്ല. ഇങ്ങനെ ഒരു 100,000 കാര്യങ്ങളാ. ഞാൻ അവിടെ ചെന്ന് വാ തുറന്ന് പറഞ്ഞു, അത് പാസ്സായി. പിന്നെ ഇപ്പൊ ശീതളാണ് പറയണെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഓടിപ്പോയത്. അതായത് അവര് പോയാൽ ശരിയാവില്ലേ? വേറെ ആൾക്കാരൊക്കെ വന്ന് നോക്കിയിട്ടാണ് പോവും. മുന്നിട്ട് ഇറങ്ങിയിട്ട് ഒരു കാര്യം ചെയ്യണ്ടേ? ചെയ്യൂല. സത്യനെ അറിയാലോ കാര്യങ്ങൾ. ഇതിപ്പോ ഇത് മാത്രല്ല, ഞാനിപ്പോ ഇവിടെ വായിക്കണം. നിക്ക് വല്ല ഇതുണ്ടോ? ഞാൻ ഇവിടെ വായിക്കോ? എന്നാ പിന്നെ നമുക്ക് നമ്മുടെ മീറ്റിംഗും കൂടെ ആ സ്കൂളിൽ വെച്ച് നടത്തായിരുന്നു. നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്വകാര്യതകളില്ലേ? അല്ലാണ്ട് പാർട്ടി കാര്യങ്ങൾ സ്കൂളിൽ പോയിട്ട് പറയാ. ശീതളേട്ടാ, ബാക്കിയുള്ളവർക്കും പല ആവശ്യങ്ങളുണ്ടേ. സ്കൂളിൽ ഇപ്പൊ പുള്ളി പോയില്ലെങ്കിൽ അവിടെ ഒരു പരിപാടി നടക്കില്ല. അത് എല്ലാവർക്കും അറിയണ കാര്യമാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ നിന്റെ സ്കൂളിൽ കുട്ടികളുടെ കാര്യങ്ങള്, ഈ കാര്യങ്ങൾ നമ്മൾ പോയി പറഞ്ഞിട്ട് ശരിയാക്കണതാണോ ശരി? ആരെങ്കിലും വായി തോന്നുന്നു പറഞ്ഞിട്ട് അത് ഇല്ലാണ്ടാക്കണാണോ ശരി? അതേമാതിരി കണക്കാണ്. അതാണ് പിന്നെ നമുക്ക് തുടങ്ങാം. നമ്മളെ കോറം തകയില്ലല്ലോ. കോറം തകയാതെ നമ്മളെങ്ങനെ തുടങ്ങാം? എത്ര പേരുണ്ട്? അല്ല, സുരേഷ് ഇവിടെ ഉച്ചയ്ക്ക് ശേഷം കാണല്ലോ, നേരത്തെ പറഞ്ഞായിരുന്നു. എല്ലാരും വന്നതൊക്കെ തന്നെ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം വേറെ എന്തൊക്കെ പരിപാടികൾ പിടിച്ചവരെ. ഒരു കഷ്ടം ആലോചിച്ചോക്കെ. പാർട്ടിയുടെ ഒരു താലൂക്ക് ഓഫീസ് കെട്ടിടം എന്നുള്ളത് നമ്മുടെ ചിരകാല സ്വപ്ന. ഇതിനു വേണ്ടി അഹോരാത്രം ഞാനിങ്ങനെ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു സഹകരണ മനോഭാവം വേണ്ട. സത്യ, ഞാൻ ഈ 9 പേരും വിളിച്ച്, ഈ 10 പേരോടും വിളിച്ചത് തന്നോട് ഞാൻ പറഞ്ഞല്ലേ. ഈ ബാക്കിയുള്ള 9 പേരോട് ഞാൻ വിളിച്ചു പറഞ്ഞതാ. അപ്പൊ ഇവിടെ ഉണ്ടാവണ്ടല്ലേ ഇത്? ഒരു കാര്യം ചെയ്താലോ? മീറ്റിംഗിന് ഇപ്പൊ നമുക്ക് വേറൊരു ഡേറ്റ് നോക്കാം. അതാ നല്ലത്. അത് നമുക്ക് ഞാൻ പറയാം. എനിക്കും കൂടി ഒഴിവുള്ള ഒരു ദിവസം നോക്കിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. നോക്കിട്ട് വെക്കാം. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ ഉദ്ദേശം എന്താ വെച്ചാല്, ഇപ്പൊ നമ്മളിപ്പോ ഏതായാലും ഇപ്പൊ ഈ ബിൽഡിങ് കെട്ടണമല്ലോ.
അപ്പോൾ അത് നമുക്ക് അത്യാവശ്യം നല്ല നല്ല ബൾക്ക് എമൗണ്ട് കയ്യിലുള്ള കുറച്ച് ആൾക്കാരെ നമുക്ക് നേരിട്ട് പോയിട്ട് കണ്ടിട്ട് ക്ഷണിക്കാം. അല്ല പറയണ കേക്ക്, നമുക്ക് എന്തെങ്കിലും സംഭാവനയായിട്ട് കാര്യമായിട്ടുള്ള പൈസ സംഭാവന വരാൻ വേണ്ടി പറയാന്ന്. പറഞ്ഞുതരാം. അതിൽ വേറെ കാര്യമുണ്ട്. വേണ്ടേ? അങ്ങനെ പോയാൽ ശരിയാവില്ല. ഞങ്ങൾ പോവാം. ഏയ് നിങ്ങൾ പോയാൽ ശരിയാവില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങനെ പോയാൽ കാര്യം നടക്കില്ല. ഡേറ്റ് നോക്കാം, ഒരു ഡേറ്റ്. ഞാനടക്കം ഈ 11 പേരും ഉണ്ടാവണല്ലോ. അല്ല എല്ലാരും ഒരുമിക്കണ്ട. ശീതളേട്ടൻ്റെ ഡേറ്റ് നോക്കിയാൽ മതി, ബാക്കി എല്ലാവരും ഡേറ്റ് നോക്കി സമയം അപ്പൊ പറഞ്ഞാൽ മതി. ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ എന്റെ ഒന്ന് നോക്കിട്ടേ ഞാൻ ഉടനെ അറിയിക്കാം. ഞാൻ സത്യനെ വിളിക്കാം. അതൊക്കെ നമുക്ക് നസീർ ഹോട്ടലിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് പിരിയാം. ഏയ് നസീർ ഹോട്ടൽ വേണ്ടട്ടോ. അത് ശരിയാവില്ല. ഹോട്ടലിന്റെ ഊരും പേരൊന്നും ചോദിക്കരുത്. നല്ല ഒന്നാന്തരം ചായ ഞാൻ കാണിച്ചാൽ അങ്ങോട്ട് പറയാം. അത് മതി. ഹലോ. വേണ്ട അത് ശരിയാവില്ല. അതെ, ഈ വലിക്കുമ്പോ ഇങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് നിർത്തിക്കോ സത്യേട്ടാ, നല്ലതല്ല. അങ്ങനെ നിന്ന് സംസാരിക്കും. വാ. ഇപ്പൊ എത്ര നേരമായി? അനിയൻ എപ്പോഴും കുളിക്കാൻ 1/2 മണിക്കൂർ വേണല്ലേ? കുളിക്കണേന് എന്തായാലും മാറ്റല്ല, 1 മണിക്കൂറൊക്കെ എടുക്കും. മുന്നേ സ്കൂളിൽ പോയില്ലേ? രാവിലെ പോവും. സ്കൂൾ ബസ്സിലല്ലേ പോണ്? സ്കൂൾ ബസ്സിലാ. ശീതളേട്ടൻ സമ്മതിക്കോ? സ്കൂൾ ബസ്സിൽ പോയാലൊന്നും ശരിയല്ല എന്നിട്ട് ഏട്ടൻ തന്നെ ഉണ്ടാക്കുക. അങ്ങനെ സ്കൂളിൽ പോണ എന്തിനാണ്? ഇവിടെ ഇരുത്തി പഠിപ്പിച്ചാ പോരെ? നന്നായി, ഇനി നീ വല്ലതും പറഞ്ഞു കൊടുക്ക്. പിന്നെ അവസാനം ആ ചെറുക്കനെ ഇവിടെ പിടിച്ചിരുത്തും. അല്ല, എല്ലാ കാര്യത്തിലും അമ്മാവൻ എന്റെ കാര്യത്തിലും അങ്ങനെ നിർബന്ധം പിടിക്കുമായിരുന്നു. രാവിലെ പോയോ, വൈകിട്ട് വന്നാ ഉച്ചക്ക് എന്താ കഴിക്കാൻ കൊണ്ടുവന്നൊക്കെ അമ്മയോട് വിളിച്ചു ചോദിക്കുമായിരുന്നു. അതുകൊണ്ട് പണക്കിപ്പോ ദോഷമൊന്നും ഇല്ല. അതല്ല ഇപ്പോഴും സ്നേഹം. എന്നിട്ടേ പറ, എവിടുന്നാണ് ഈ ആലോചന? അത് ആലുവ അടുത്ത് ചൂർണിക്കര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഒരേ ഒരു മോളാണേ. നാളെ മറ്റന്നാളെ കുട്ടി അവിടെ വീട്ടിലുണ്ടാവും. അത് ശരി. അപ്പൊ അളിയനെയും കൂട്ടി പോയിട്ട് സംഭവം അങ്ങോട്ട് ഓക്കെ ആയി കഴിഞ്ഞാൽ അങ്ങോട്ട് ഉറപ്പിക്കാല. എന്തിനാ എടാ, നീ ആദ്യം പോയി കാണ്, എന്നിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടാ മതി ഈ അച്ഛനെ അമ്മാവനെ ഒക്കെ കൊണ്ടുപോകല്. അതെ, ഇതിപ്പോ എല്ലാവരുടെയും പോലെയല്ല. സാധാരണ പെങ്ങള് മരിച്ചു കഴിഞ്ഞാൽ ആങ്ങളമാര് പിന്നെ തിരിഞ്ഞോക്കാതിരിക്കുക. ഇതിപ്പോ ഇവന്റെ അമ്മ മരിച്ചതിന്റെ ശേഷം എന്നും വന്ന് ഇവന്റെ എല്ലാ കാര്യവും അന്വേഷിക്കണതാ. ആ സ്ഥിതിക്കേ വേണ്ട എന്തായാലും മൂപ്പരുടെ ഒഴിവ് നോക്കട്ടെ. അതിപ്പോ ചേട്ടൻ അറിയാലോ, എല്ലാവരുടെ കാര്യത്തിലും പുള്ളി ഇടപെടും. എന്താ അതെ, എന്താ ഞാൻ വരുമ്പോ ഇപ്പം ഞാൻ വേണ്ട പറഞ്ഞതാ. അപ്പൊ മസാല ദോശ മേടിച്ചത് അത് കഴിക്കാറില്ലേ? അത് മതിയായിരുന്നു. എന്ത് കഴിച്ചില്ലേലും ഇങ്ങനെ കോമള പോയി പോണേ. എന്താ അതാടെയോ, ഞങ്ങളിപ്പോ ഈ 2 ദിവസം മുമ്പ് ഒരു കുട്ടിയുടെ കാര്യമാണ് ശരിയായിട്ടുണ്ട്. വരെ പെണ്ണേ ഒന്ന് നോക്കി വെച്ചിട്ടുണ്ട്. ആലുവേല കാണാനൊന്നും കുഴപ്പമില്ലേടാ, മാമനെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. അപ്പൊ നാളെ മറ്റന്നാൾ ആ കുട്ടി വീട്ടിലുണ്ട്. അപ്പൊ അളിയനെന്ന് വന്നാൽ നമുക്ക് പോയി കണ്ട് സംസാരിച്ച് അങ്ങോട്ട് അളിയനെ ഇഷ്ടമായ ഒരാഴ്ചത്തെ സമയം ഒരാഴ്ചത്തെ സമയം എനിക്കിതാ. ഒരാഴ്ച ഒന്ന് വെയിറ്റ് ചെയ്യും. അവളുടെ അച്ഛനും അവളൊക്കെ നാളെ മറ്റന്നാളും. ശരിയല്ലേ? അതെ, ഇത് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ചെന്ന് ചാടും, എന്നിട്ട് അവസാനം അതിന്റെ മുകളിൽ നമ്മൾ തൂങ്ങി തിരിഞ്ഞ് നടക്കണം. അല്ല, ഞങ്ങൾ എന്നാ പോയിട്ട് നാളെ വേണ്ട, അതാ ഞാൻ പറഞ്ഞത്. ഞാനൊന്ന് ഫ്രീ ആയിക്കോട്ടെ. ഇതൊക്കെ നല്ല രീതിയിൽ നടക്കണമല്ലോ കാര്യങ്ങള്. ഞാൻ വന്നാലേ ശരിയാവും. അതല്ല, അവൻ ആദ്യം പോയി കണ്ടോട്ടെ. അവന്റെ കല്യാണം കഴിക്കാനുള്ള പെണ്ണല്ലേ? അവന്റെ കല്യാണം കഴിക്കാനുള്ള പെണ്ണെന്ന് പറഞ്ഞാൽ എന്റെ പെങ്ങളുടെ മോനല്ലേ, അവൻ തന്നെ അങ്ങോട്ട് ഉണ്ടായതല്ലോ. അതില് പറയണത് വേണ്ടാത്ത അബദ്ധത്തില് 100 കാര്യങ്ങളെ കേൾക്കണം. അങ്ങനത്തത് അതേ പറഞ്ഞ വേണ്ടത്. ഇല്ല, 2 ആഴ്ച കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ അവർക്ക് സമയം ഉണ്ടാവോ ഇല്ല? സമയമില്ലാണ്ട് ഇതോടുകൂടെ സമയം തീർന്നോ നിന്റെ കല്യാണത്തോടുകൂടെ? ഇതൊക്കെ ഈ പറയണത്. അല്ല, ഇപ്പൊ എന്താ അമ്മാവില്ലാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാന്നുള്ള ഒരു പ്രാപ്തിയൊക്കെ ആയോ നിനക്ക്? അയ്യോ, അങ്ങനെ ആയിക്കോട്ടെ. അതേ പറഞ്ഞു, ഞാൻ വന്നാലേ നമ്മളത് വേണ്ട രീതിയിലൊക്കെ ചെയ്ത് അത് നമുക്ക് അന്വേഷിക്കാം. ഒന്നാമത്തെ കാര്യം, ഇപ്പൊ ഞാൻ പോയി ഒന്ന് അങ്ങോട്ട് അന്വേഷിച്ച് ഞാൻ ചെന്ന് സംസാരിക്കുമ്പോ ശീതളുടെ പെങ്ങളുടെ മോളാന്ന് പറഞ്ഞാൽ അപ്പം അങ്ങോട്ട് ചാടി വീഴില്ലേ? നമ്മളെ തല്ലാനാ എല്ലതും ഇങ്ങനെ ആവട്ടെ. അത് ശരിയാക്കാം നമുക്ക്. നാളെ മറ്റന്നാൾ അളിയന് ഒഴിവില്ല, പിന്നെ ഒരു ദിവസം ഒരാഴ്ച കണ്ട് കഴിഞ്ഞോട്ടെ. അപ്പൊ എന്റെ ഫോണിൽ വല്ലടിക്കണോ? എവിടെയാ? എടുത്തോ. അല്ലെങ്കിൽ വേണ്ട. അതെ, നീ പോയാൽ ശരിയാവില്ല, ഞാൻ തന്നെ വീടും. കളിയാ
അപ്പൊ അതും പോയി. കണ്ട, ഇതാണ് സ്വഭാവം. ഇപ്പൊ ഈ വീട് തന്നെ ഒരു 10-40 കൊല്ലായിട്ടില്ലേ? അടുക്കള ഭാഗം മുഴുവൻ ചോര. വലിയ മഴ വന്നാ പിന്നെ അവിടെ ഇങ്ങനെ നിക്കാൻ പറ്റില്ല. ഒന്ന് പുതുക്കി പണിയാൻ പറഞ്ഞ സമയല്ലേ. അവല്ല കാശിന്റെ ബുദ്ധിമുട്ട് എന്തെങ്കിലും എന്ത് ബുദ്ധിമുട്ട് ചേട്ടാ? ആ കിഴക്കമ്പലത്ത് കിടക്കണ 30 സെന്റ് വിറ്റ 1 കോടി കിട്ടുമെന്ന് മൂപ്പര് തന്നെ പറയണ. നല്ല കണ്ണായ സ്ഥല അല്ലേ? 1 കോടിയിലധികം കിട്ടും. പക്ഷെ ഇത് നടക്കണ്ടേത്. ഓരോ ബ്രോക്കർമാരൊക്കെ വന്ന് ചോദിച്ചാ അപ്പൊ പറ്റില്ല, തന്നെ ഇറങ്ങണം. എന്നാ അത് ചെയ്യോ? അതുമില്ല. ബ്രോക്കർ ഇടപെടാൻ പാടില്ല. അപ്പൊ ഒന്നും പാടില്ല. വീടെങ്കിലും നന്നാക്കിയെങ്കിൽ മതിയായിരുന്നു. കണക്കല്ല നിർബന്ധം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഞാൻ പറഞ്ഞോട് കേക്ക്, ഇത് വഴിയുണ്ട്. ഞാൻ ഒന്ന് ഫ്രീ ആവട്ടെ. ശരിയപ്പാ. ഇവിടെ ഗസ്റ്റ് ഉണ്ട്. ആ സത്യനെ വിളിച്ചതേ, സത്യശീലേ. മൂപ്പര് പറയാ പാർട്ടി ഓഫീസ് കെട്ടാൻ പറ്റുന്നതിൽ 8 സെന്റ് സ്ഥലം കിടപ്പുണ്ട്. ഞാൻ പറയാം കേട്ടോ, ഇവരൊന്നും പോയി നോക്കിയാൽ ശരിയാവില്ലേ. ഞാൻ തന്നെ പോയി നോക്കണം ഇതൊക്കെ, എന്നാലേ ശരിയാവുള്ളൂ. അല്ലാളിയാ, ഈ പാർട്ടി ഓഫീസ് പണിയണ നേരെ ഈ വീടെന്ന് ആദ്യം പൊളിച്ചു പണിതൂടെ? അവിടെ ഇവിടെ ഒക്കെ ചോരനുണ്ട് എന്നാ പറഞ്ഞത്. അതിന് പ്ലാൻ ചെയ്യണത്. ഞാനെന്താ വെച്ചാലേ, നമ്മുടെ കിഴക്കമ്പലത്തിന്റെ സ്ഥലം ഉണ്ടല്ലോ, അപ്പൊ അതങ്ങോട്ട് കൊടുത്താലേ അതെ, ഇത് മൊത്തം അങ്ങോട്ട് തട്ടി പൊളിക്കുക. അതെ, എന്നിട്ട് പൊളിച്ചിട്ട് നമ്മൾ പുതിയൊരു പ്ലാന്, ഇതിപ്പോ പഴയ ഈ റൂമുകളൊക്കെ അത്ര അങ്ങോട്ട്. അല്ല, അതാ പറഞ്ഞു, വിശ്വസിച്ച് കിടക്കാൻ പറ്റില്ല. അത് എത്രയും പെട്ടെന്ന് ചെയ്യണം. അതിന് എനിക്ക് സമയം വേണ്ടേ? ഞാൻ തന്നെ ചെയ്യണപ്പോ ഇതൊക്കെ. അമ്മാവന് സമയമില്ലെങ്കിൽ എന്നെ ഏൽപ്പിക്കും. ഞാൻ ആ സ്ഥലം വിറ്റ് ഈ വീടും പൊളിച്ച് പണിതിട്ട് കണക്കും കൃത്യമായിട്ട് എഴുതി ബാക്കി പൈസ അങ്ങോട്ട് ഏൽപ്പിച്ചേ. അതിനുള്ള വകുതിരൊന്നും നിനക്ക് ഇല്ലടാ. ഞാൻ തന്നെ നിക്കണം, എന്നാലേ ശരിയാവുള്ള സംഗതി. എന്താ കുടിക്കാൻ കൊടുത്തവർക്ക്? കുടിക്കാനൊന്നും കൊടുത്തില്ല? ഇല്ല, ഒന്നും വേണ്ട. ഞങ്ങള് പറഞ്ഞല്ലോ മസാല ദോശ കഴിച്ചിട്ട്. ആ പാഷൻ ഫ്രൂട്ട് ഉണ്ടല്ലോ, അല്ല, അത് പറിച്ചു വെച്ചത് തീർന്നു. ഞാൻ പോയി പറിച്ചു. വേണ്ടെന്നേ. നീ പോയി പറിച്ചിട്ട് വാ. ഞാൻ പറിച്ചിട്ട് വരാം. അല്ല അതെ ഇടോതെ അല്ലേ, വേണ്ട. വേണ്ടെന്നേ, നീ പോയ ശരിയാവില്ല. ഞാൻ പോയി വേണ്ട. ഞാൻ പറിക്കാം. നീ ഒന്ന് പോയി. അതാ വള്ളിയൊക്കെ പൊട്ടി തകട് പൊടിയോ പോകുന്നത്. അതൊന്നും വേണ്ട. ഈ തോർത്താണ്ട് അവിടെ തൊട്ടാ ആരെ കൊണ്ടൊന്നും ചെയ്യിക്കൂലെന്ന് പറഞ്ഞ. അന്ന് ഇവിടുത്തെ കഞ്ഞി കൂട്ടാനും വെക്കലും അലക്കലും ഒന്നും ചെയ്യൂല അല്ലേ? അതൊക്കെ അമ്മായി തന്നെ ചെയ്യണം. ഇനിയിപ്പോ ഇത് എവിടെയെങ്കിലും വിരിച്ച പ്രശ്നവും എന്ത് ചെയ്യും? വേണ്ട, അത് അങ്ങനെ തന്നെ കിട്ടും. അവിടെ ഇട്ടാലും ചിലപ്പോ പ്രശ്നവും. പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഗ്യാസാണ്. എന്തെന്ന് പറഞ്ഞാലും ഗ്യാസാണ് അച്ഛന്. നല്ല ഡോക്ടർ ആരെങ്കിലും കാണിക്കടാ. അതെ, 2 ആഴ്ച കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഡേറ്റ് ഉണ്ടാവും നോക്കാം അമ്മാവന്. അത് അവരോട് പറഞ്ഞ് മാറ്റി പറയണ്ടല്ലോ. നീ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരിക്കണം. ഞാൻ വിളിച്ചോളാം. എന്താ